ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. കേരള പോലീസിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു കാൽവയ്പാണ് മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത്. കേരളത്തിൽ മൊത്തം 484 പോലീസ് സ്റ്റേഷനുകളാണ് ഇന്ന് നിലവിലുള്ളത്. ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും പോലീസുകാരും ജനമൈത്രി അംഗങ്ങളും MLA-മാരടക്കമുള്ളവർ വീക്ഷിക്കുകയാണ്. മൊത്തത്തിൽ ഈ പദ്ധതി 1000 കേന്ദ്രങ്ങളിലാണ് ഇന്ന് പോലീസ് പേരൂർക്കടയിലെ ഈ ഉദ്ഘാടന ചടങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എക്കാലത്തും രാജ്യത്തിനാകെ മാതൃകാപരമായ ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത്. ലോകത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് കോഴിക്കോടാണ്. നമുക്കറിയാം, ഇന്ന് സുതാര്യമായ നിയമ നിർവഹണ സംവിധാനമാണ് കേരള പോലീസ്. ഈ നേട്ടങ്ങളിലെല്ലാം നമുക്ക് അഭിമാനിക്കാം. അത് നമുക്കെല്ലാവർക്കും സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ കുറെ കൂടി പരിഷ്കരണം ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനനുസൃതമായി ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിരിക്കുന്ന വൻപിച്ച മാറ്റത്തിന് അനുസൃതമായി കേരള പോലീസിന്റെ പ്രവർത്തനങ്ങളിലും സമൂലമായ മാറ്റം അനിവാര്യമാണ്. ജനസൗഹൃദ പോലീസായി കേരള പോലീസിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മൈ പോലീസ് സ്റ്റേഷൻ എന്ന പദ്ധതി ആരംഭിക്കുന്നത്. പോലീസ് സംവിധാനത്തെ ജനങ്ങളുമായി ചേർത്ത് നിർത്തുക, ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായി നിറവേറ്റുക, ഇതാണ് പോലീസിനെ കൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭരണകൂടത്തിന്റെ മർദ്ദന ഉപകരണമായിരുന്നു ഒരു കാലത്ത് പോലീസ്. ഇന്ന് ജനസേവകരായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ പോലീസായി കേരള പോലീസ് മൈ പോലീസ് സ്റ്റേഷനിലൂടെ രൂപാന്തരപ്പെടുകയാണ്. ജനങ്ങളെ കൂടുതൽ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനുകളുടെ അകവും പുറവും മാറുകയാണ്. 484 പോലീസ് സ്റ്റേഷനുകളും കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരേ പെയിന്റ്, ഒരേ രീതി, ഒരേ പ്രവർത്തനം, ഒരേ ശൈലി, അതിനുള്ള നിർദ്ദേശമാണ് DGP നൽകിയത്. എന്ന് കേരളത്തിൽ സന്തോഷത്തോടെ പറയട്ടെ, എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഒരേ കളറിലുള്ള പോലീസ് സ്റ്റേഷനുകളായി മാറുകയാണ്. 484 പോലീസ് സ്റ്റേഷനുകളും കളറ് മാറുക മാത്രമല്ല, പ്രവർത്തനത്തിലും മാറ്റം വരികയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും ചെന്നാൽ പഴയ കാലത്ത് വേണ്ടത്ര സൗഹൃദത്തോടെ അവരെ പെരുമാറുന്നില്ല എന്ന പരാതിയുണ്ട്. ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ അവരെ സ്വാഗതം ചെയ്യുന്ന, അവർക്ക് ഗുഡ് മോർണിംഗ് പറയുന്ന, അവരെ സ്വീകരിക്കുന്ന, അവരോട് ഇരിക്കാൻ പറയുന്ന ഒരു പ്രവർത്തന ശൈലിയിലൂടെയാണ് പരാതിയുമായി വരുന്ന ആളുകളെ പോലീസ് സ്വീകരിക്കാൻ പോകുന്നത്. അകവും പുറവുമുള്ള മാറ്റം, അത് പ്രവർത്തനത്തിലുള്ള മാറ്റം തന്നെയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്. പണ്ടൊക്കെ ഏതെങ്കിലും കുറ്റകൃത്യമോ അല്ലെങ്കിൽ പരാതിയോ കൊടുക്കാൻ വേണ്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതെങ്കിൽ ഇന്നൊരു മൊബൈൽ ഫോൺ കളഞ്ഞു പോയാൽ ഓടിച്ചെല്ലുന്ന പോലീസ് സ്റ്റേഷനിലാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ആളുകൾ പോകുന്ന പോലീസ് സ്റ്റേഷനിലാണ്. ഹൊറർ സിനിമയിലെ കെട്ടിടം പോലെയാണ് പല പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നത്. പഴകി തുരുമ്പിച്ച വാഹനങ്ങൾ, വർഷങ്ങളായി മണൽ ലോറികൾ, അവിടെ പാമ്പും പഴുതാരയും നിറഞ്ഞ പോലീസ് സ്റ്റേഷന്റെ പ്രിമിസസുകളാണ്, പരിസരങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ പഴയ വാഹനങ്ങൾ മാറ്റാനും നമുക്ക് വിൽക്കാൻ കഴിയുന്ന വിറ്റ് ട്രഷറിയിലേക്ക് പണമടയ്ക്കാനും കോടതികളിൽ കിടക്കുന്ന കേസുണ്ടെങ്കിൽ ആ കോടതികളിലെ കേസ് പെട്ടെന്ന് തീർക്കാനും നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ആക്രിക്കടകളെ പോലെ
പഴയ തുരുമ്പിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല എന്ന വലിയ ആവേശത്തോടെ പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറുന്ന കുറ്റവാളികളാണെന്നുള്ള ധ്വനി മാറണം. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന കുറ്റവാളികൾ മാത്രമല്ല, പോലീസ് സ്റ്റേഷൻ എന്ന വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും പോലെ തന്നെ സേവന കേന്ദ്രങ്ങളാണ്. ആർക്കാണ് പോലീസിനെ പേടിക്കേണ്ടി വരുന്നത്? കുറ്റം ചെയ്തവർക്കാണ്, തെറ്റ് ചെയ്തവർക്കാണ്. അല്ലാത്ത ഒരാളും പോലീസിനെ പേടിക്കേണ്ട കാര്യമില്ല. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറണം, അവിടെ നിന്നുള്ള സേവനങ്ങൾ സ്വീകരിക്കണം, പോലീസിങ്ങിനെ അവരെ സഹായിക്കണം. ഇന്ന് ഓപ്പറേഷൻ തുഫാൻ വിജയിച്ചതിന്റെ പ്രധാന കാരണം ജനങ്ങളുടെ പിന്തുണയാണ് എന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ ആളുകൾ, ജനങ്ങൾ കയറി രഹസ്യമായി കൊടുക്കുന്ന വിവരങ്ങളും ഫോണിലൂടെ നൽകുന്ന സന്ദേശങ്ങളുമാണ് ഓപ്പറേഷൻ തുഫാനെ ഒരു വൻപിച്ച വിജയമാക്കിയത്. ഇന്ന് ഓപ്പറേഷൻ തുഫാൻ തുടങ്ങിയിട്ട് 75 ദിവസമായി. ഈ 75 ദിവസത്തിനുള്ളിൽ 10,000-ത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു, 7,000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു, കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചു. കേരളം കണ്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നർക്കോ ഹണ്ടായി ഓപ്പറേഷൻ തുഫാൻ മാറിയത് ജനങ്ങളുടെ പിന്തുണയുള്ളതുകൊണ്ടാണ്. ജനങ്ങളാണ് ഇതിന്റെ പിന്നിൽ, ജനങ്ങളാണ് ഇതിന്റെ പ്രേരക ശക്തി. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ, സഹോദരിമാർ, അവരുടെ ആത്മവിശ്വാസവും അവരുടെ പ്രേരണയും പിന്തുണയും ഓപ്പറേഷൻ തുഫാന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലുള്ള മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനെ പണ്ട് ഇരുട്ടറകളായി കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കാക്കി പേടിയുള്ളതിനാണ് നാട്ടിലെ ക്രമസമാധാനത്തിന് കോട്ടമില്ലാത്തതെന്ന് പഴകിയ വാദമാണ്. ആ വാദം മാറേണ്ട കാലമായിരിക്കുന്നു.